ഐശകദീശ പാത്തുമ്മ കദീശുമ്മ കദീശുമ്മ കുന്തല്ലേ തള്ളല്ലേ പന്തല് പൊളിഞ്ഞാടും കുത്തിരിക്കി ആ കുത്തിരിക്കി ഡബ്ബർ കട്ടുമ്മേ കുടിക്കാൻ കൊടുക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പാട്ട് പാടുമ്പോ നിന്നോടാരാ ഡാൻസ് കളിക്കാൻ പറഞ്ഞ? അല്ല ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കൊഴപ്പിക്കാൻ. നീ കൊഴപ്പിടിക്കാൻ വന്നതല്ല, നീ കുഴപ്പമുണ്ടാക്കാൻ വന്നതാ. അയ്യോ സത്യമായിട്ടല്ല. പാട്ട് പാടുമ്പോ ഡാൻസ് കളിക്കാൻ നീ ആരാ? റിമി ടോമിയാ? എന്താ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? ഈ ഇത്തക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഭയങ്കര ദേഷ്യം. എനിക്ക് ദേഷ്യം കൂടികളിൽ ഞാൻ ബീരാനിക്കാനെ ഡൈവോഴ്സ് ചെയ്തേ. ഡൈവോഴ്സ് ചെയ്തു. അയ്യോ അതെങ്ങനെ എത്താ? നാളായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കല്ലേ, അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഡൈവോഴ്സിനൊക്കെ എത്തിച്ചെന്താ? അതെങ്ങനെ തട്ടിങ്കലല്ലേ മോനെ? ചട്ടിയും കലാവുമ്പോഴൊക്കെ തട്ടിമുട്ടിയിരിക്കൂലേ ആമിനത്താ? ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിയിരുന്നാ കുഴപ്പമില്ല. പക്ഷെ 24 മണിക്കൂർ ഇങ്ങനെ മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ ആർക്കായാലും ഇറിറ്റേഷൻ ഉണ്ടാവൂലേ? പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ കാരണം എന്താ? ഞാൻ ഇത് ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു. പക്ഷെ പുള്ളി അതിന് ലൈക്കും തന്നില്ല, ഷെയറും തന്നില്ല, കമന്റും തന്നില്ല. അതിനാണോ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? അത് മാത്രമല്ല, ഞാൻ പുള്ളിയുടെ മൊബൈൽ നോക്കിയ പുള്ളി പല പെണ്ണുങ്ങൾക്ക് ലൈക്ക് ഉണ്ട്. നമ്മൾ കാണാണ്ടും ലൈക്ക് ഉണ്ട്, കണ്ടും ലൈക്ക് ഉണ്ട്. അത് മാത്രമല്ല കമന്റ് ഇടുന്നുണ്ട്, കൊളാബും ചെയ്യുന്നുണ്ട്. അതിപ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ എന്റെ ഫോട്ടോ ഇടാച്ചെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? എന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിന് നല്ലതല്ലേ? ഇൻസ്റ്റാഗ്രാമിലല്ല, ഫേസ്ബുക്കിലല്ല, യൂട്യൂബിലല്ല, പിന്നെ OLX-ല്. അതെന്നെ വിൽക്കാനിട്ടേക്കാണ്. അത് ചിലപ്പോ മാറിപ്പോയതായിരിക്കും, അബദ്ധം പറ്റിയതായിരിക്കും. മാറിപ്പോയതല്ല, ഞാനല്ലേ നാറിപ്പോയത്. എന്റെ പൊന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ ഡൈവോഴ്സ് എന്നൊക്കെ അത്ര കഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ? അതൊക്കെ നമ്മളൊക്കെ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? അങ്ങനെയുള്ള ഇതാണ് ഈ അറേഞ്ച്ഡ് മാരേജിന്റെ കുഴപ്പം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തേക്ക് ചോദിക്കാം, അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് അതോ പ്രേമ വിവാഹമാണോ നല്ലത്? അതിപ്പോ ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിച്ചിട്ട് അത് അറേഞ്ച്ഡ് മാരേജ് ആകുന്നതാണ് നല്ലത്. കിഷോർ കേക്കണ്ടല്ലോ അല്ലേ ഇത്? കേട്ടോട്ടെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞ. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിച്ച് കല്യാണം കഴിക്കണ്ട നല്ലത്. അതെന്താ അങ്ങനെ? അതിനൊരു കാരണമുണ്ട്. അറിയാൻ പാടില്ലാത്ത കാട്ടാടനേക്കാൾ നല്ലതല്ലേ അറിയാവുന്ന വേട്ടാവളിയൻ? അത് സ്കോർ ചെയ്തു. അത് അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മള് ഈ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിലാണ്. അപ്പം ഇത്ത നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഭയങ്കര പോസ്റ്റ് മോഡേൺ ആണ്. ഇതൊക്കെ ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള AI യെ പറ്റി എന്താണ് അഭിപ്രായം? അതെന്താണ് അയ്യേ എന്ന് പറഞ്ഞത്? അല്ല, ഈ AI എന്നാ ഞാൻ പറഞ്ഞേ. കാരണമുണ്ട്. ഞാൻ എന്റെ ഈ മൊബൈലിനകത്ത് ഒരു AI ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഈ AI-ന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വിമാനത്തിൽ കയറിയിട്ടില്ല മക്കളെ, അപ്പൊ വിമാനത്തിൽ കയറണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിമാനത്തിൽ കയറണ ഒരു ഫോട്ടോ ഇടാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ AI എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നു. ആ ഫോട്ടോ ആണ് അത്. ഏത്? അതെ, ചിലപ്പോ ഈ ഇതെന്താ പറ്റണെന്നറിയോ? ഈ AI-ക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പൊ അകത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞത് ചിലപ്പോ അകത്തിരിക്കുന്ന അങ്ങനെ ഉണ്ട് ഒരു കുഴപ്പം. അല്ല, ഞാൻ ഫോട്ടോ എനിക്ക് പച്ചക്കറി കടയിൽ പോകാനുണ്ട്. അയ്യോ അത് വേണ്ട. ഇനി പച്ചക്കറി കടയിൽ പോകുന്ന പരിപാടി നിർത്തിക്കോ, വേറെ ആരെങ്കിലും ഇത് വീട്ടിൽ കൊണ്ടുതരാം. കഴിഞ്ഞ ദിവസം എന്ത് കച്ചറയാണ് നിങ്ങൾ ആ മാർക്കറ്റിൽ കിടന്ന് കാണിച്ചത്? നാണക്കേടാ. ഇപ്പൊ ഇങ്ങനെ അല്ലല്ല, ഞാൻ ഏത് പച്ചക്കറി കടയിൽ ചെന്നാലും ഇപ്പൊ 1 കിലോ തക്കാളി മേടിക്കണേ 1 മണിക്കൂർ എടുത്തത് നോക്കിയിട്ടാ ഞാൻ മേടിക്കുള്ളൂ. അതായിക്കോട്ടെ. അതുപോലെ മുരിങ്ങാക്കോല് എടുക്കണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ നോക്കിയിട്ട് എടുക്കുള്ളൂ. ഭയങ്കര നാണക്കേടായി പോയി. അപ്പൊ ഞാൻ കുറെ നേരം നിന്നപ്പോ കടക്കാരൻ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് പറയുന്നത് ശരിയാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഒരു 1 കിലോ തക്കാളി എടുക്കാൻ എന്തിനാണ് 1 മണിക്കൂർ? അതില്ല മോനെ, ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുണ്ടല്ലോ, പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അതെന്താണ്? എന്റെ കല്യാണത്തിന് പറ്റിയ പറ്റ എനിക്ക് പിന്നെ പറ്റരുത്, അതുകൊണ്ടാ. അതുകൊണ്ട് നോക്കിയും കണ്ടും എടുക്കുവാണ്, സെലക്ട് ചെയ്യുവാണ്. അത് നല്ലൊരു ഐഡിയ ആണ്. അത് ശരിയാണ്.